നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു കമസലിൽ ഹയ്യി വൽ മയ്യിതി. അല്ലാഹുവിനെ ഓർക്കുന്നവന്റെ ഉപമയും അല്ലാഹുവിനെ സ്മരിക്കാത്തവന്റെ ഉപമയും ജീവിച്ചിരിക്കുന്നവനെ പോലെയും മരിച്ചവനെ പോലെയുമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ലോകത്തിന് തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ അല്ലാഹുവിനെ ഓർക്കുന്നതായ ഏതൊരു വ്യക്തിയുണ്ടോ അവന് ജീവനുള്ളവനാണ്, അവനാണ് ജീവനുള്ളവൻ. അള്ളാഹുവിനെ മറക്കുന്നവരെ അല്ല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാതെ നിലകൊള്ളുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ അവൻ ജീവനില്ലാത്തവനാണ്, ശവമാണ്, ശവമാൻ. അവൻ ജീവനില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ എന്താണ് അസില്? നല്ലതുപോലെ നാവ് ചലിപ്പിച്ച് ദിക്റ് ചൊല്ലണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിപ്പോൾ എത്ര കാലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്? 30, 40, 50, 60, 70 വയസ്സൊക്കെ ജീവിച്ചവരില്ലേ? എത്ര കാലമായിട്ട് ജീവിക്കുന്നു? എത്ര ദിക്റ് നമ്മൾ ചൊല്ലിയിട്ടുണ്ട്? ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണപ്പെട്ടു പോയതാകുന്ന ആളുകൾക്ക് വേണ്ടി കുടുംബാദികൾ 70,000 തഹ്ലീൽ ചൊല്ലിക്കൊണ്ട് ഹദിയ ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ തീർച്ചയായും അവർക്കതിൻ്റെ പ്രതിഫലം കിട്ടും. അവർക്ക് നാളെ വളരെ സന്തോഷകരമാകുന്ന ജീവിതം കിട്ടുമെന്ന് ഇമ്മത്തുകൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അതനുസരിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു വരുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സ്വന്തമായി നമുക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര എണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട്? 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിലും ചൊല്ലാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ടുണ്ടോ? സ്വലാത്ത് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രവാചകനിലേക്ക് അടുക്കേണ്ടതാകുന്ന അഹ്ലുസുന്നയുടെ പ്രവർത്തകരാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 10 സ്വലാത്ത് പോലും ദിനേന ചെല്ലാൻ മടിയുള്ള കൂട്ടത്തിലായി ഉമ്മത്ത് മാറിയില്ലേ? നിസ്കാരത്തിന് ശേഷമുള്ളൊരു 3 സ്വലാത്ത് പോലും താല്പര്യമില്ലാതെ എഴുന്നേറ്റ് പോകുന്നവരായി ഈ സമുദായത്തിന്റെ മക്കൾ മാറിയില്ലേ? കുക്കറിലേക്ക് സാധനങ്ങൾ ഇട്ടുകെട്ട് നിസ്കരിക്കാൻ വരുന്ന ഉമ്മമാർ ആ കുക്കറിന്റെ ഓരോ ഫിസിലിനെ കണക്കാക്കിക്കൊണ്ട് നിസ്കാരത്തെ വേഗം തന്നെ തീർത്തുകൊണ്ട് ചാടി എഴുന്നേറ്റ് പോകുന്ന തലമുറകളായി നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സഹോദരിമാരും നമ്മുടെ ഭാര്യമാരും മാറിയില്ലേ? നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് അള്ളാഹുവിനെ സ്മരിക്കുവാനും ദിക്റ് ചൊല്ലുവാനും എനിക്ക് നൽകിയിട്ടുള്ള സർവ്വ അനുഗ്രഹങ്ങൾക്കും കാരണദൂതരായ അള്ളാഹുവിനെ ഒന്ന് ഓർക്കുവാനും സ്മരിക്കുവാനും നന്ദി പ്രകാശിപ്പിക്കുവാനും സത്യവിശ്വാസികളിൽ എത്ര ആളുകൾ തയ്യാറാകുന്നുണ്ട്? റമദാനിൽ നമ്മൾ കൊണ്ടുവന്നതാകുന്ന ജീവിതത്തിൽ കൊണ്ടുവന്ന നന്മകളൊക്കെ പരിപൂർണമായി ഇല്ലാതാക്കിയില്ലേ? തഹജ്ജുദ് പതിവാക്കിയിരുന്നവർ, ദുഹാ പതിവാക്കിയിരുന്നവർ, വിത്ർ നമസ്കരിച്ചിരുന്നവർ, കൃത്യമായ ഖുർആൻ ഖത്മുകൾ തീർത്തിരുന്നവർ, നമസ്കാരത്തിന് മുമ്പും ശേഷവും ഉള്ളതാകുന്ന എല്ലാ നമസ്കാരങ്ങളെയും സുന്നത്ത് നമസ്കാരങ്ങളെയും റവാത്തിബ് സുന്നത്തുകളെയും ഒക്കെ വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന ആളുകൾ പോലും റമദാൻ കഴിഞ്ഞതിന് ശേഷം ആ സുന്നത്തുകളെയൊക്കെ പരിപൂർണമായി തിരസ്കരിച്ച് തഹജ്ജുദില്ല, ദുഹയില്ല, അവ്വാബീൻ നമസ്കാരമില്ല, ഖുർആൻ ഓതലില്ല, ദിക്റില്ല, വിറുദില്ല, ഔറാദില്ല, കള്ളുകുടിയും വ്യഭിചാരവും അശ്ലീലമാക്കപ്പെട്ട തലത്തിലേക്ക് ഉമ്മത്തിന്റെ തലമുറ മാറിയില്ലേ? നമ്മൾ എങ്ങനെയാണ് പ്രവാചകന്റെ ഉമ്മത്തിൽ പെടുക? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നാളെ പ്രവാചകരോടൊപ്പം നാളെ മഹ്ശറയിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യൻ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാൾ നരകത്തെ മുന്നിൽ നിർത്തിയിട്ട് വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ ആ പ്രവാചകന്റെ തിരുശഫാഅത്ത് എങ്ങനെ ഉമ്മത്തിന് ലഭിക്കും? എങ്ങനെ ലഭിക്കും? നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട് അമലായി? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ സുന്നത്ത് നമസ്കരിക്കുകയാണ്, തഹജ്ജുദ് നമസ്കരിക്കുകയാണ്. ഏതെങ്കിലും ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾ ഖളാ വീട്ടുകയല്ല, ഏതെങ്കിലും റവാത്തിബുകൾ മടക്കുകയല്ല. രാത്രിയിലുള്ള സുന്നത്ത് നമസ്കാരമാണ്. മുത്തലക്കൻ നിരവാധികം സുന്നത്ത് നമസ്കരിക്കുകയാണ്, തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാല് വല്ലാതെ നീരുകെട്ടി വീർക്കുകയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ, എന്തിനാണ് പ്രവാചകരെ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. തങ്ങളുടെ മുൻപിൽ
മുൻപിൻ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നതല്ലേ. ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാതൻ മുസ്തഖീമാ. സൂറത്തുൽ ഫത്ഹിലൂടെ ലോകർ പഠിച്ചതല്ലേ. റസൂലുള്ളാഹിയുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തതല്ലേ. എന്നിട്ടും എന്തിനാണ് നബിയെ തങ്ങളിങ്ങനെ കാല് നീരുകെട്ടി വീർക്കുമാറ് നമസ്കരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ നിന്ന് നമസ്കരിക്കുന്ന പ്രവാചകർ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, യാ ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറാ, നന്ദിയുള്ള ദാസനായി നന്ദിയുള്ള ഒരു അടിമയായി ഞാൻ മാറണ്ടയോ ആയിഷ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരാണ് ഈ പറയുന്നതെന്ന് ഓർക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായികൾ തന്നെ ലോകരോട് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിച്ച ചരിത്രമില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ ലോകത്തോട് പറയുകയാണ്, നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല. 3 മാസങ്ങൾ കടന്നുപോയി, വീട്ടിൽ പട്ടിണിയാണ് പട്ടിണിയാണ്. അല്പം വെള്ളമോ കാരയ്ക്കോ അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സുഭിക്ഷത ഉണ്ടായിട്ടില്ല. 2 നേരം സുഭിക്ഷമായി വയറ് നിറച്ച ചരിത്രം അല്ലാഹുവിന്റെ റസൂലിന് ഉണ്ടായിട്ടേ ഇല്ല. 2 ദിവസം സുഭിക്ഷമായി ആഹാരം കഴിച്ചതാകുന്ന ചരിത്രം അല്ലാഹുവിന്റെ റസൂലിന് ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. 1 നേരം ഭക്ഷണമാണ് എങ്കിൽ അടുത്ത നേരം കാരക്കയാണ് കാരക്കയാണ്. രാവിലെ എന്തെങ്കിലും കഴിച്ചാൽ പിന്നീട് വൈകിട്ടൊരു കാരക്ക മാത്രമാണ്. പിറ്റേ ദിവസം ചിലപ്പോൾ പട്ടിണിയാണ്. അടുത്ത ദിവസം പിന്നീട് കാരക്കയായിരിക്കും. വൈകുന്നേരം എന്തെങ്കിലും ഒരു റൊട്ടി കഷ്ണം കിട്ടുമായിരിക്കും. ഈ രീതിയിലാണ് ജീവിതം മുന്നോട്ട് പോയത് എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ആലോചിച്ചു നോക്ക്. അങ്ങനത്തെ പ്രവാചകർ പറയുന്നു, ഞാൻ നന്ദിയുള്ള ദാസനാവണ്ടേ എന്ന്. രാത്രിയിൽ നിസ്കരിച്ചിട്ട് കാല് കെട്ടി നീര് കെട്ടി വീർക്കാൻ നിന്ന് നിസ്കരിക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ പെടലിയിൽ കസേരയും വെച്ചോണ്ടാണ് വരുന്നത്. എവിടെയെങ്കിലും ഇരിക്കണം, ഒരു സൈഡിലോട്ട് പോകണം. കസേര നിസ്കരിക്കുന്ന ആളുകളൊക്കെ കസേര നിസ്കാരം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞൊരു വീഡിയോ യൂട്യൂബിലുണ്ട്, ഒന്ന് കേൾക്കണം. എന്നിട്ടേ കസേരയിലോട്ട് ഇരിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ നാളെ പടച്ചവനെ ഇടിച്ച് ഇടിയുണ്ടാവും. അള്ളാഹു നമ്മളൊക്കെ എല്ലാവരും കാണുന്നവരെല്ലാം കസേരയിലോട്ട് ഇപ്പോൾ അങ്ങോട്ട് കയറുക. കസേരയിൽ നിസ്കരിക്കുന്നവർക്ക് എല്ലാവർക്കും അത് അനുവദിക്കപ്പെടുന്നില്ല. നിസ്കരിക്കാൻ അനുവദിക്കപ്പെടുന്നവരുണ്ട്, അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഉസ്താദുമാരോട് നമ്മുടെ മഹല്ലിലെ ഖാദിമാരോട് തങ്ങളോട് അതിനെപ്പറ്റി ചോദിച്ചിട്ടേ ഇരിക്കാവുള്ളൂ. മുമ്പിരുന്ന ആളുകളും ഇനി ഇരിക്കാൻ ഉദ്ദേശിക്കുന്നവരും. അല്ലാഹു ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ, കാത്ത് സംരക്ഷിക്കണേ അല്ലാ. അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ അല്ലാഹുവുമായി ഏറ്റവും ബന്ധമുണ്ടാക്കാൻ ഉപകരിക്കുന്ന ഒരു അമൽ പഠിപ്പിച്ചു തരുമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അലിയേ അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയാ. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഓർക്കണേ ഓർക്കണേ, അല്ലാഹുവിനെ സ്മരിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരോടാണ് ഈ പറയുന്നത്? സർവ്വസമയവും പടച്ച റബ്ബിനെ ചിന്തിച്ചുകൊണ്ട് നിലകൊള്ളുന്ന അലി റളിയല്ലാഹു അൻഹുവാണ്. എല്ലാ വിജ്ഞാനങ്ങളും കരഗതമാക്കാൻ അവസരം കിട്ടിയ വ്യക്തിയാണ്. അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ് എങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി. അലിയാര് തങ്ങളോട് റസൂലുള്ള പറയുന്നു, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഓർത്ത് ദിക്ർ ചൊല്ലണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അലി റളിയല്ലാഹു അൻഹു സാഗൂതം ശ്രദ്ധ നിർത്തിയിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, എനിക്ക് തങ്ങളൊരു ഇജാസത്ത് നൽകുമോ റസൂലേ? അനുവാദം നൽകുമോ? എനിക്കൊരു ദിക്ർ നൽകുമോ ഹബീബേ? തങ്ങൾ എനിക്കൊരു ദിക്ർ അനുവാദം തരണം. നമ്മളൊക്കെ ഉസ്താദുമാരോട്, സമുന്നതരാകുന്ന ആലിമീങ്ങളോട്, മഹല്ലിലെ ഖാദിമാരോടൊക്കെ ചോദിക്കുമല്ലോ, അവിടുന്ന് എനിക്കൊരു ദിക്ർ നൽകിയാലും.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ അലിയേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ ചൊല്ലിക്കോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മാഷാ അല്ലാഹ്. അങ്ങനെ ചൊല്ലി ചൊല്ലി ബഹുമാനപ്പെട്ടതാകുന്ന അലി റളിയല്ലാഹു അൻഹു ഉന്നതിയിലേക്ക് എത്തി. ഇറാഖിൽ പോയി നോക്കണം അദ്ദേഹത്തിന്റെ മഖ്ബറ. അല്ലാഹു കാണാൻ തൗഫീഖ് തരട്ടെ. 4ാം ഖലീഫയാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന അലി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം ചെയ്യുന്ന ഭൂമിയാണ് എവിടെ? ഇറാഖ്. ബാക്കിയുള്ളവരൊക്കെ നബിയുടെ തന്നെ ഉണ്ട്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തൊട്ടപ്പുറത്ത് ജന്നത്തുൽ ബഖീൽ ഇന്ന് അകപ്പെട്ടിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഉള്ളത് ഇറാഖിലാണ്. അള്ളാഹു പോകാനും കാണാനും ഒരു സിയാറത്ത് ചെയ്യാനും തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി 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 സമുന്നതമാകുന്ന പദവി അലങ്കരിച്ചു സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. എല്ലാ മഹത്തുക്കൾക്കും കൊടുത്ത ദിക്റതാണ്. മനസ്സിലാക്കണം. മലബാറിൽ വലിയ സൂഫി വ്യക്തിത്വമുണ്ട്, കുണ്ടൂർ ഉസ്താദ്. അള്ളാഹു കൊടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. മാദിഹുർ റസൂലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചൊല്ലിയിരുന്ന വ്യക്തിയാണ്. വഖല്ലി മൗലിദി ഖുറത്തിൽ ഐനൈനി അശറഫി റസൂലില്ലാഹ് അഹ്മദ് ത്വാഹ റസൂലില്ലാഹ്. ആരംഭപ്പൂവായ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുബ്ബത്തെ ഖളറായിന് മുമ്പിലെത്തിക്കൊണ്ട് റസൂലുള്ളാഹിയെ മദ്ഹ് ചെയ്ത വ്യക്തിയാണ്. ബഹുമാനപ്പെട്ടവർ ഉന്നതമായ തലത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? നല്ല രീതിയിൽ ദറസ് നടത്തിയ വ്യക്തിയാണ്, കിതാബ് ഓതി പഠിച്ച വ്യക്തിയാണ്, ആലിമീങ്ങളിൽ പ്രമുഖനായ വ്യക്തിയാണ്, മലബാറിലുള്ള ഉലമാക്കളടക്കം വലിയ സ്ഥാനം നൽകപ്പെട്ടതായ വ്യക്തിയാണ്. കൊണ്ടൂർ ഉസ്താദ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ചാരത്തേക്ക് ചെന്നിട്ട് പറയുന്നു, എനിക്കൊരു ദിക്ർ നൽകണേ, ദിക്ർ നൽകണേ. ചാപ്പനങ്ങാടി ഉസ്താദ് കൊടുക്കുന്നു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ നീ, നിന്റെ ജീവിതത്തിൽ വിജയമാണ്, വിജയമാണ്. ഞാൻ ചോദിക്കട്ടെ, ജനിച്ചത് മുതൽ കേൾക്കുന്നതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്? മദ്രസകൾ വിടുമ്പോഴും തുടങ്ങുമ്പോഴും എന്ന് വേണ്ട, ദിക്റിൻ്റെതാകുന്ന മഹാത്മ്യമുള്ള മുഴുവൻ മജ്‌ലിസുകളിലും ചൊല്ലിപ്പഠിച്ചിട്ടുള്ള ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിസ്കാരങ്ങൾക്ക് ശേഷം 10 വട്ടം ചെല്ലുന്ന ഈ ദിക്ർ എത്ര പ്രാവശ്യം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്? ബഹുമാനപ്പെട്ടതാകുന്ന കൊണ്ടൂർ ഉസ്താദ് 1 ലക്ഷം ചൊല്ലിയിട്ട് വീണ്ടും ചൊല്ലുമ്പോൾ പറയുന്നു, മതിയാക്കല്ലേ, 1 ലക്ഷം കൂടി ചൊല്ലിക്കോ അബ്ദുൽ ഖാദിറേ, 1 ലക്ഷം കൂടി ചൊല്ലിക്കോ അബ്ദുൽ ഖാദിറേ. 2 ലക്ഷം ചൊല്ലിയിട്ട് വീണ്ടും സമീപിക്കുമ്പോൾ ചാപ്പനമ്മാടി ബാപ്പു ഉസ്താദ് പറയുന്നു, ഔലിയാക്കളുടെ സമുന്നത തലം തിരാതിച്ചതാകുന്ന വലിയതാകുന്ന വ്യക്തിത്വമായിരുന്നോ ചാപ്പനമ്മാടി ബാപ്പു ഉസ്താദ്. അവര് പറയുന്നു, 1 ലക്ഷം കൂടി ചൊല്ലണേ. 3 ലക്ഷം ചൊല്ലി തീർത്തപ്പോൾ ഹാല് മാറുകയാണ്. റസൂലുള്ളാഹിയിലേക്ക് മുഴുകിയ ജീവിതമാ, സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിലകൊണ്ട വ്യക്തിത്വമാ. ബുറുദ ഈ കേരളക്കരയിലാകുന്ന ജനങ്ങളിലേക്ക് എത്തിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ വ്യക്തിയാണ്. അല്ലാഹുവേ, അവരുടെ പൊരുത്തം ഞങ്ങൾക്കും ഈ സദസ്സിനും ഇതൊരുമിച്ച് കൂട്ടിയിട്ടുള്ള സൗഹാർദ്ദ കൂട്ടായ്മയ്ക്കും നീ നസീബാക്കണേ അല്ലാ, നസീബാക്കണേ അല്ലാ. മൂസാ നബി അലൈഹിസ്സലാമിനും അല്ലാഹു നൽകിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്ക് എന്തെങ്കിലും ഒന്ന് ഖാസായി തരണേ. മൂസാ നബി ചോദിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു അത്രേ, മൂസാ, ഞാൻ നിനക്ക് നൽകിയിട്ടുള്ള ദിക്ർ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്റാണ്. അതിൻ്റെ മുകളിൽ ഒരു വചനമില്ല തൗഹീദിന്റെ എന്ന് അല്ലാഹു പറഞ്ഞതായി സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ്. ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ദിക്ർ എത്ര ചെല്ലിയിട്ടുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. നമ്മളിൽ എത്ര പേര് ചെല്ലി?
നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ കിട്ടുന്ന അവസരങ്ങളല്ലേ നാവ് കൊണ്ട് ഫനായി ഫസാദും നിലകൊണ്ടതാകുന്ന സമൂഹമായിരുന്നില്ലേ? എത്ര ഫനാ പറഞ്ഞു പോയി മുസ്ലിമേ, എത്ര ഫസാദിൽ ഏർപ്പെട്ടു പോയി മുസ്ലിമത്തെ. നിന്നെ കാതുകൊണ്ട് കേൾക്കാത്ത ഏഷണികളില്ല, നീ പറയാത്തതാകുന്ന ഭീഷണികളില്ല. ഏതെല്ലാം മോശപ്പെട്ട വചനങ്ങളാണ് നിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ, മഹ്ശറയിലേക്ക് എത്തുമ്പോ ആ നബിതങ്ങൾ നമ്മുടെ കൈക്ക് പിടിക്കുമോ മുസ്ലിമേ? ആ നബിതങ്ങൾ നമുക്ക് ഹൗദുൽ കൗസർ നൽകുമോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു വ്യക്തി വന്നുകൊണ്ട് നബിതങ്ങളോട് ചോദിക്കുകയാണ്, ഔസിനി, എനിക്കൊരു വസിയത്ത് നൽകുമോ റസൂലേ? എന്നെ ഒന്ന് ഉപദേശിക്കുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറയുകയാണ്, ആഖിദം ബിലിസാനിഹി ബിയദിൽ ഐസർ, ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, കുഫഅൻക ഹദാ, കുഫഅൻക ഹദാ, നിന്നെ ഈ നാവിനെ ശ്രദ്ധിക്കണേ, ആവശ്യമില്ലാത്ത ഫനായും ഫസാദും പറയരുതേ. ആഖിറം നഷ്ടമാണ്, ദുനിയാവ് നഷ്ടമാണ്. നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ എത്ര ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞുപോയി. ഒരാൾ ഉപദേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ കൊടുത്ത ഉപദേശം, നാവ് ശ്രദ്ധിക്ക്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് സ്വഹാബത്ത് വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, ഇതാ ഇന്നാലിന്ന സ്വഹാബി വര്യൻ മരണപ്പെട്ടു പോയിരിക്കുന്നു ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ ആ വീട്ടിലേക്ക് ശരീരമൊന്ന് ഫ്രഷാക്കിയിട്ട് നബി തങ്ങൾ വേഗം വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ വീടിൻ്റെ ഉമ്മറത്ത് ജനാസ കടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖകമലം നബി തങ്ങൾ നോക്കുമ്പോ പുഞ്ചിരി തൂകുന്ന വദനമാണ്, വദനമാണ്. ആരോ ഒരാൾ കമന്റ് ഇട്ടു, ബിൽ ജന്ന യാ റസൂലല്ലാഹ്. അബൂബക്കറിനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച നബിയേ, ഉമറിനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച നബിയേ, ഉസ്മാനിനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച നബിയേ, തങ്ങൾക്ക് ഇദ്ദേഹത്തെ കുറിച്ചൊന്ന് സന്തോഷ വാർത്ത പറഞ്ഞുകൂടെ? സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. പുഞ്ചിരിച്ച് കിടക്കുന്നതാകുന്ന സ്വഹാബിയുടെ മുഖകമലത്തിന്റെ ചാരത്തിരുന്ന്, ജനാസയുടെ തിരുസവിധത്തിലിരുന്ന് റസൂലുള്ള ലോകരെ പഠിപ്പിക്കുകയാ, ലാ ഇല്ല സ്വഹാബ, ഇല്ല സ്വഹാബ, ഫലഅല്ലഹു അയ്യതകല്ലമ ഫീമാ ലാ യഅനി. ആവശ്യമില്ലാത്ത ഫനായും ഫസാദും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാകാം സ്വഹാബ. അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല, കിട്ടൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ആയുസ് വളരെ കുറവാണ്, ദുനിയാവ് വളരെ നശ്വരമാണ്. 60 70 വയസ്സുള്ള കാലഘട്ട ജീവിതമാണ്. 30 കഴിഞ്ഞവരില്ലേ, 40 എത്തിയവരില്ലേ, 50ലേക്ക് കാലൂന്നിയവരില്ലേ, 60 എത്തിയിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് വിഷമിക്കുന്നതായ ഉമ്മമാരില്ലേ, സഹോദരങ്ങളില്ലേ. ഇനി നമുക്കുള്ള ആയുസ് കുറവാണ്, കുറവാണ്. ആവശ്യമില്ലാത്തത് പറയരുതേ, ആവശ്യമില്ലാത്തത് കേൾക്കല്ലേ, ആവശ്യമില്ലാത്ത ഭാഷണത്തിലേക്ക് പോകല്ലേ മുസ്ലിമേ. മുൻഗാമികളാകുന്ന മഹത്തുക്കൾ ചരൽക്കല്ലുകൾ വായിൽ കഴുകിയിട്ടിടുകയാണ്, ഇടുകയാണ്. എന്തിനാണ്? ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കാനാണ്, ആവശ്യമില്ലാത്ത ഭാഷണങ്ങൾ ഒഴിവാക്കാനാണ്. ഈ ഉമ്മത്ത് രക്ഷണമെങ്കിൽ 2 അവയവങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും അവന്റെ താടിയെല്ലുകൾ കടയിലുള്ള നാവിനെയും തുടയെല്ലുകൾ കടയിലുള്ള ലൈംഗിക അവയവത്തെയും എനിക്ക് സൂക്ഷിക്കാമെന്ന് ജാമ്യം നിന്നാൽ അലമല്ലഹുൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മയ്യളമല്ലി
മാ ബൈന ലിഹ്യൈ വമാ ബൈന ഫഖദൈ. ആരെങ്കിലും താടിയല്ലുകൾക്കിടയിലുള്ള നാവിനെയും തുടയല്ലുകൾക്കിടയിലുള്ള ലൈംഗിക അവയവത്തെയും സൂക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നാൽ അളമല്ലഹുൽ ജന്ന, അളമല്ലഹുൽ ജന്ന. സ്വർഗം കൊണ്ട് ജാമ്യമാണ് ഞാൻ നിൽക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ത് രണ്ട് അവയവം സൂക്ഷിച്ചാൽ മതി, ഒന്ന് നാവ്, മറ്റൊന്ന് ലൈംഗിക അവയവം. ഈ രണ്ട് അവയവത്തിലേക്ക് എത്തിക്കുന്നതാണ് മനുഷ്യന്റെ എല്ലാ തെറ്റുകളും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ രണ്ട് അവയവങ്ങളെ ശ്രദ്ധിച്ചാൽ രക്ഷപ്പെടും. ആരെങ്കിലും സൂക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നാൽ കാഞ്ഞിപ്പുഴയിലുള്ള ഏതെങ്കിലും മുസ്ലിം സഹോദരൻ, ഏതെങ്കിലും ഒരു സഹോദരി 1400 വർഷം മുമ്പ് മദീനയിലെ മിമ്പറിനെ സാക്ഷിയാക്കിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് നബി തങ്ങൾ പറഞ്ഞതാകുന്ന ഈ ആജ്ഞയെ, ഈ കൽപ്പനയെ ശിരസാവഹിച്ചുകൊണ്ട് പരിപൂർണമായി ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരുണ്ടോ? ആൺകുട്ടികളുണ്ടോ? ഏറ്റെടുത്താൽ അവന് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ശ്രദ്ധിച്ചോ, രക്ഷപ്പെടണമെങ്കിൽ അതേ ഉള്ളൂ. അതുകൊണ്ട് സുബഹിക്ക് ശേഷമുള്ള സമയങ്ങളൊന്നും ഉറങ്ങിക്കളയരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം എപ്പോഴും ഉണ്ടാകണം. മലബാറിൽ ഒരു ഉസ്താദിനെ കാണാൻ സാധിച്ചു. 43 വർഷമായി അദ്ദേഹം ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ദുന്യവിയായ ഒരു വർത്തമാനവും ഇല്ല. 43 കൊല്ലമേ, ചെറിയ കളിയാണോ? ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു എടുത്ത ദറജ ഉയർത്തട്ടെ. എന്നെ ചോദിക്കണ്ട, ആളെ പറഞ്ഞു തരില്ല, കാരണം പറയരുതെന്ന് പറഞ്ഞിട്ടുള്ള ആളങ്ങനെ ഒളിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ജനങ്ങൾക്കിടയിൽ നമ്മൾ കാണിക്കുന്നവരെ അല്ലെങ്കിൽ ഗരിമ കാണിക്കുന്ന പരിപാടിയൊന്നും ഓർക്കൊന്നുമില്ല. അങ്ങനെയാണല്ലോ, നല്ല നല്ല ആളുകളൊക്കെ അങ്ങനെയാണ്. 43 കൊല്ലമായി ഇശാ മഗ്‌രിബിനിടയിൽ ദുന്യവിയായ സംസാരമില്ല. ഇതിനിടയിൽ സ്വന്തം മക്കളുടെ വിവാഹം നടന്നിട്ടുണ്ട്, ഒരു മകനടക്കം മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം പോലും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ജമാഅത്തുകൾ, അതിന് നമസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, അതിനിടയിലുള്ള ഔറാദുകൾ അദ്ദേഹത്തിന് മുടങ്ങിയിട്ടില്ല. മഗ്‌രിബിന് വാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ കയറും, ഇശായുടെ ജമാഅത്തും കഴിഞ്ഞ് സുന്നത്ത് നമസ്കരിച്ച് ഔറാദുകളൊക്കെ തീർത്തിട്ട് ഇറങ്ങി വരിക. ഇനി എന്തുണ്ടായാലും, ലോകം മുഴുവൻ കുലുങ്ങിയാലും മൂപ്പരത് തന്നെ പരിപാടി. നമുക്കങ്ങനെ പറയാനൊരു സമയമുണ്ടോ? നമുക്ക് സമയമുണ്ട്. എല്ലാ ദിവസവും രാത്രി 10 മണി മുതൽ 11 മണി വരെ ഉസ്താദെ സിനിമ കാണും, മുടങ്ങിയിട്ടില്ല ഇന്ന് വരെ. നമുക്ക് അങ്ങനെ കുറേ സമയങ്ങളാണ്. നമ്മുടെ നാവ് കൊണ്ട് എന്ത് ചെല്ലിയെന്ന ഞാൻ ചോദിക്കുന്നത്. ഇത്രയും കാലം ജീവിച്ചിട്ട് എത്ര ഹത്മോതി തീർത്തു? എൻ്റെ നാട്ടിൽ കുമ്മനം ദേശത്ത് ഒരു വ്യക്തി മരണപ്പെട്ടു പോയി. അദ്ദേഹത്തെ മരിക്കുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഓരോ സമയം ഖുർആൻ ഹത്മ തീർക്കുമ്പോൾ കെട്ടിട്ട് വെക്കും. നമ്മൾ മന്ത്രി ചൂടുന്ന ചരടില്ലേ, 1000-ലധികം ഉണ്ടായിരുന്നു കെട്ടുകൾ. ഖുർആൻ ഹത്മ തീർത്തട്ടെ കെട്ടിട്ടത്. നമ്മൾ ഖുൽ ഹുവല്ലാഹു ഓതിയിട്ട് 1000 കെട്ടായിട്ടില്ല. അല്ലാഹു മുളക്കാക്കട്ടെ. ഖുൽ ഹുവല്ലാഹു അഹദ് അതുപോലും എന്ത് ചെയ്തിട്ടില്ല, 1000 ആയിട്ടില്ല. വയസ്സൊരുപാട് ജീവിക്കാൻ അള്ളാഹു അവസരം കിട്ടി, നമുക്കും കുറെ കിട്ടിയല്ലോ. നമുക്ക് അള്ളാഹു തന്നില്ലേ? താടി രോമങ്ങൾ നരച്ചവർ ഈ കൂട്ടരില്ലേ? നമ്മൾ ചെയ്തിട്ടുള്ള തിന്മകൾ എത്രയാണ്? നമ്മൾ എത്ര നന്മകൾക്ക് സാഗൂതം ശ്രദ്ധ ചെലുത്തിയവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 40, 50, 60, 70 വയസ്സ് വരെ ഈ ദുനിയാവിൽ വസിക്കാൻ അവസരം നൽകിയിട്ടുള്ള ധാരാളം ഉമ്മമാരില്ലേ? പക്ഷേ എത്ര നന്മ നമ്മൾ ചെയ്തു, എത്ര ഖത്മ തീർത്തു നമ്മൾ, എത്ര ദിക്ർ നമ്മൾ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എത്ര സ്വലാത്ത് നമ്മൾ ചൊല്ലി. മൻ സല്ല അലയ്യ സ്വലാതൻ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ഒരാൾ ഒരൊറ്റ സ്വലാത്ത് എൻ്റെ മേൽ ചൊല്ലിയാൽ 10 ഗുണം അല്ലാഹുവിനെ ചൊരിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ സ്വലാത്ത് ഇല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ തന്നെ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്വലാത്തായി. ഇന്ന് സുന്നികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെല്ലാൻ വളരെ വിരളം. ആലിമീങ്ങളും നല്ല കാരണവന്മാരും നല്ല കറകളഞ്ഞ അഹ്ലുകാരല്ലാതെ ബാക്കിയുള്ളവരൊന്നും ഇല്ലല്ലോ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പറയും ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, ചെറിയ തിരക്കുണ്ടായിരുന്നു. പറയും എന്ത് തിരക്ക്? ഈ പരിപാടി നേരത്തെ എന്നോട് പറഞ്ഞിരുന്നില്ല, അപ്പം നേരത്തെ വരണ്ടേ? അരമണിക്കൂർ മുമ്പ് വന്ന് പൂർണ്ണമായി പങ്കെടുക്കണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ.
അള്ളാഹു എന്നിൽ സന്നിഹിതനാണെന്നുള്ള ഉറച്ച വിശ്വാസം ഏതൊരു സത്യവിശ്വാസിക്കുണ്ടോ ഒരിക്കലും അവന് പാഴാവില്ല. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ പതിവാക്കിയിരുന്ന മനോഹരമാക്കപ്പെട്ട ദിക്റുകളല്ലേ ഈ ശ്രേഷ്ഠമാക്കപ്പെട്ട ഔറാദുകൾ. അതിലൂടെയല്ലേ സമുന്നതമായ തലത്തിലേക്ക് എത്തിയത്. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ പ്രമുഖരായ വ്യക്തിയല്ലേ മഹാനാകുന്ന അബ്ദുൽ ഖാദിർ മുഹയ്യദ്ദീൻ റളിയല്ലാഹു അൻഹു. വാപ്പയുടേതാകുന്ന തലമുറ ചെല്ലുന്നത് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. അലി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട മകനാകുന്ന ഹസനിലേക്കാണ്. ഉമ്മയുടേതാകുന്ന തലമുറ ചെല്ലുന്നത് നേരെ എത്തുന്നത് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പേരക്കിടാവായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാ. വാപ്പയുടെയും ഉമ്മയുടെയും തലമുറ എത്തുന്നത് റസൂലുള്ളാഹിയുടെ കുടുംബത്തിലേക്കാണ്. ഇതുപോലെ ഒരു ഔലിയാഇനെ കാണാൻ പറ്റുമോ? ആ മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തള്ളിയിട്ട് നിലകൊള്ളുന്ന ഒരു സുന്നി യഥാർത്ഥ സുന്നിയല്ല. ബഹുമാനപ്പെട്ടവരെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു ശിഷ്യൻ വന്നിട്ട് പറയുകയാണ്, ശൈഖ് അവറുകളെ, നിങ്ങളുടെ സാധനങ്ങൾ മുഴുവനെ കയറ്റി വന്ന കച്ചവട ചരക്ക് മുഴുവനെ കയറ്റി വന്നതായ കപ്പലിതാ കടലിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് പരിപൂർണമായി കത്തി നശിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ അല്പനേരം മൗനം അവലംബിച്ചിട്ട് പറയുകയാണ്, അൽഹംദുലില്ലാ. 3 മണിക്കൂർ പ്രസംഗം തുടരുന്നു, പ്രഭാഷണം നടത്തുന്നു. ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങൾക്ക് സബക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. 3 മണിക്കൂർ കഴിയാറായപ്പോൾ അതേ ശിഷ്യൻ തന്നെ ഓടി വന്നിട്ട് പറയുന്നു, അഫ്വൻ യാ ശൈഖു, മാപ്പാക്കടേ ശൈഖ് അവറുകളെ, നിങ്ങളുടെ സാധനങ്ങൾ കയറ്റി വന്നതാകുന്ന ചരക്ക് കപ്പലല്ല, മറ്റൊരാളുടെയാണ്, വേറൊരാളുടെയാണ് എന്നുള്ള സത്യം പറഞ്ഞപ്പോ അല്പനേരം വീണ്ടും മൗനം അവലംബിച്ചിട്ട് പറയുകയാണ് ശൈഖ് അവറുകൾ, അൽഹംദുലില്ലാ. ക്ലാസ് കഴിഞ്ഞപ്പോൾ ശിഷ്യഗണങ്ങൾ ചോദിച്ചു, എന്തേ പതിവില്ലാത്ത 2 അൽഹംദുലില്ലാ കാര്യങ്ങൾ ശിഷ്യഗണങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അകാരണമായി മറ്റൊരാളെ നോവിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായി വൃന്ദത്തെയും ആ പ്രവാചകന്റെ തിരുസുന്നത്തുകളെയും അനുധാവനം ചെയ്ത് ലോകത്തിന് മാതൃക കാട്ടിയ ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സത്യം ലോകത്തോട് വെളിപ്പെടുത്തുകയാണ്. ആദ്യം അദ്ദേഹം വന്ന് പറഞ്ഞിട്ടത്, എൻ്റെ കച്ചവട ചരക്ക് കടലിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് പരിപൂർണമായി കത്തി നശിച്ചു പോയെന്നാണ്. ആ സമയത്ത് ഞാൻ അല്പനേരം മൗനവലംബിച്ചു. ഞാൻ എൻ്റെ മനസ്സിലേക്കൊന്ന് നോക്കി. ഞാൻ ഇതുവരെ ജീവിതത്തിൽ സമ്പാദിച്ച സർവ്വസമ്പാദ്യങ്ങളും കൊണ്ടുപോയി ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് ആ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. ആ കച്ചവട ചരക്ക് മുഴുവനും പരിപൂർണമായി കടലിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് കത്തിപ്പോയെന്ന് കേട്ടപ്പോ എൻ്റെ മനസ്സിന് എന്തെങ്കിലും ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ നോക്കുമ്പോ എൻ്റെ മനസ്സ് പതറിയിട്ടില്ല. എൻ്റെ മനസ്സിനെ പതറാതെ ചിതറാതെ പിടിച്ചു നിർത്തിയ അല്ലാഹുവേ, അൽഹംദുലില്ലാ. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയെന്ന് കേട്ടപ്പോൾ പോലും എൻ്റെ ഹൃദയത്തിന് യാതൊരുവിധ പ്രശ്നവുമില്ലാതെ പിടിച്ചു നിർത്താൻ കെൽപ്പുള്ളവനായ അല്ലാ, നിനക്കാണ് അഖില സ്തുതിയും അല്ലാ. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങളുടെയല്ല മറ്റൊരാളുടെയാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് കേട്ടപ്പോ എന്തിനാണ് അൽഹംദുലില്ലാ പറഞ്ഞത്? ആശ്വാസം കൊണ്ടതാണോ എന്ന് ശിഷ്യഗണങ്ങൾ ചോദിക്കുമ്പോ ശൈഖ് അവറുകൾ പറഞ്ഞു, അല്ല, ഞാൻ അപ്പോഴും എൻ്റെ മനസ്സിലേക്കൊന്ന് നോക്കി. എൻ്റെതല്ല, മറ്റൊരു പാവപ്പെട്ടവൻ്റെയാണെന്ന് കേട്ടപ്പോ എൻ്റെതല്ലല്ലോ മറ്റൊരുത്തൻ്റെതാണല്ലോ എന്ന് കേട്ടിട്ട് മനസ്സിന് വല്ല സന്തോഷം വന്നിട്ടുണ്ടോ? എൻ്റെ മനസ്സ് എവിടാണ് നിൽക്കുന്നതെന്ന് നോക്കുമ്പോ നേരത്തെ ഏത് തട്ടിലാണ് എവിടെയാണോ ഇരുന്നിട്ടുള്ളത് അതേ സ്ഥലത്ത് തന്നെയാണ് എൻ്റെ മനസ്സ് നിൽക്കുന്നത്. അതേ സ്ഥാനത്ത് തന്നെയാണ് മനസ്സ് നിൽക്കുന്നത്. എൻ്റെ മനസ്സിനെ പതറാതെ ചിതറാതെ പിടിച്ചു നിർത്താൻ കെൽപ്പുള്ളവനായ അല്ലാഹുവേ, അൽഹംദുലില്ലാ. ഇതാണ് ഒരു സത്യവിശ്വാസിക്ക് ഹൃദയത്തിൽ വരേണ്ടത്.